ഒരു വോട്ട് പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിൽ പ്രതിവർഷം 1 ലക്ഷം രൂപ ലഭിക്കുന്നതിന് തുല്യമാണ്. ഇത് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പണ്ട് മോദി പറഞ്ഞ 15 ലക്ഷത്തിന്റെ കഥയാണ്. എന്നാൽ ഇപ്പോൾ ഈ 1 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് മോദിയല്ല, പകരം രാഹുൽ ഗാന്ധിയാണ്. അത് ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഒരു വോട്ട് യുവാക്കൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ ഉറപ്പാക്കുന്ന ആദ്യ ജോലിക്ക് തുല്യമാണ് എന്നാണ് രാഹുൽ പറഞ്ഞത്. അതേപോലെ തന്നെ അതിനോട് ചേർത്തുകൊണ്ടാണ് ഒരു വോട്ട് പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിൽ പ്രതിവർഷം 1 ലക്ഷം രൂപ ലഭിക്കുന്നതിന് തുല്യമാണെന്ന് രാഹുൽ പറഞ്ഞത്. വോട്ടിങ്ങിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ രാഹുൽ, ഒരു വോട്ട് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ കുടുംബത്തിന്റെയും വിധി മാറ്റുമെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു. വോട്ടിന് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നിർബന്ധമായും വോട്ട് വിനിയോഗിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. വൻതോതിൽ വോട്ട് ചെയ്ത രാജ്യം ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായ മറുപടി നൽകണം. ഇതൊക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ രാഹുൽ ജനങ്ങളോട് പറഞ്ഞത്. ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും. ആദ്യ 3 ഘട്ടങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമായിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു. എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വളരെ ഉയർന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. മോദിക്കെതിരെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചരണത്തിനും വൻ ജനപങ്കാളിത്തം ലഭിക്കുന്നത് കാണാം. ഇത് മാത്രമല്ല, മോദിയും അമിത്ഷായും NDA മുന്നണിയുടെ പ്രചാരണ രീതി ആദ്യഘട്ടങ്ങളിലേതിൽ നിന്ന് മാറ്റിയതും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും അടുത്ത 3 ഘട്ടം വോട്ടെടുപ്പ് കഴിയുമ്പോഴേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മോദി തുടരുമോ എന്നുമാണ് ഇപ്പോൾ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്.